അവിടെ SFI പ്രവർത്തകർ തടിച്ചുകൂടി എത്തിയിട്ടുണ്ട്. ഗവർണർക്ക് എതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി എന്തായാലും ഔദ്യോഗികമായ പരിപാടി ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടേക്ക് എത്തിയിരുന്ന പ്രവർത്തകരെയൊക്കെ പ്രതിഷേധിക്കാൻ വന്ന ആളുകളെയൊക്കെ പോലീസ് എന്തായാലും അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കരിങ്കൊടി പ്രതിഷേധവും മുദ്രാവാക്യം വിളിയും അതോടൊപ്പം തന്നെ ഗവർണർക്ക് മോര് കൊടുക്കാനുള്ള സമരവും അങ്ങനെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ തൈക്കാട് ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് കവടിയാറിലേക്കാണ് ഗവർണർ പോവുക. ആ വഴിയിൽ പ്രതിഷേധം ഉണ്ടാകുമോ എന്ന് അറിയില്ല. എന്തായാലും പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കില്ല, പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല, സമര പരമ്പരകളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് SFIയുടെ തീരുമാനം. അത് എങ്ങനെയായിരിക്കുമെന്നാണ് അറിയേണ്ടത്. എന്തായാലും കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അവിടെയും പ്രതിഷേധങ്ങൾ തുടരുക തന്നെയാണ്. ജിബിൻ, പരിപാടി തുടങ്ങിയോ? അതായത് ഗവർണർ തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിരുന്ന പരിപാടി, ഔദ്യോഗിക പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു പരിപാടി ഏകദേശം അരമണിക്കൂറോളം നീണ്ടു നിൽക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പരിപാടിക്ക് ശേഷം ഗവർണർ എങ്ങനെയാണ്, അതായത് അദ്ദേഹത്തിന് കൊല്ലത്ത് വെച്ച് അദ്ദേഹത്തിനുണ്ടായ സംഭവത്തിന് ഏകദേശം 17ഓളം വരുന്ന SFI പ്രവർത്തകരെയൊക്കെ തന്നെ FIR ഇട്ട് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇത് കണ്ട് വ്യക്തമായി ഈ FIR കണ്ട് അത് ഗവർണർ കണ്ടതിന് ശേഷമാണ് ഗവർണർ അവിടെ നിന്ന് ഏകദേശം 2.5 മണിക്കൂറിന് ശേഷം അദ്ദേഹം കൊല്ലത്തേക്ക് എത്തിയ പരിപാടിക്ക് തന്നെ അദ്ദേഹം പോയത്. അവിടെ നിന്ന് തിരിച്ച് നിലമേലിൽ നിന്ന് തിരികെ ഇങ്ങോട്ടേക്ക് ഗവർണർ രാജ്ഭവനിൽ പോയ ശേഷം തൈക്കാടേക്ക് എത്തിയത് ഈ ഒരു ഔദ്യോഗിക പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. ഈ പരിപാടിക്ക് എത്തിയ സമയത്താണ്, അതായത് കൊല്ലത്ത് കണ്ട സമാനമായ കാഴ്ചയാണ് ഇവിടെയും കണ്ടത്. പോലീസിനെയൊക്കെ തന്നെ മാറ്റിക്കൊണ്ട്, അതായത് നേരത്തെ കൂട്ടി തന്നെ ഇവിടെ എത്തി പ്രവർത്തകരെയൊക്കെ തന്നെ പോലീസിന് മാറ്റി. പരിപാടി ഇപ്പോൾ സുഗമമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.